Question paper revision, chapter 9, Mechanical Properties of Solids, part 2. 2018 മാർച്ചിൽ a typical stress strain graph of a metallic wire is shown below. Write the name of the point B labeled in the graph. അപ്പോൾ ഒരു stress strain graph തന്നിട്ടുണ്ട്. അതിൽ പോയിന്റ് ബി എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, പോയിന്റ് ബി ഏതാണ് എന്നുള്ളതാണ്. നമ്മൾ ഈ ഗ്രാഫ് പഠിച്ചിട്ടുള്ളതാണ്. ഈ ഗ്രാഫിൽ പോയിന്റ് ബിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ എന്താണ്? ഈൽഡ് പോയിന്റ് എന്നാണ് വിളിക്കുന്നത്. അടുത്തത്, ഫോർ മെറ്റീരിയൽസ് ലൈക്ക് കോപ്പർ the point D and E are dash closer or far apart. കോപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യങ്സ് മോഡുലസ് കൂടുതലുള്ളതാണ്. അതുപോലെ തന്നെ അതിനെ നമുക്ക് ഒന്ന് പെട്ടെന്ന് പൊട്ടുന്ന ഒരു സാധനമല്ല. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിയും ഇയും ഫാർ അപ്പാർട്ട് ആണെങ്കിൽ അത് ഡക്റ്റൈൽ ആണ്. അതുപോലെ തന്നെ അവര് ക്ലോസ് ആണെങ്കിൽ ബ്രിട്ടിലാണ്, പെട്ടെന്ന് പൊട്ടുന്നതാണ്. അപ്പൊ കോപ്പർ പെട്ടെന്ന് പൊട്ടുന്നതല്ല. അപ്പോൾ നമുക്കിവിടെ അറിയാം അതെന്താ വരുന്നത്, ദേ ആർ ഫാർ അപ്പാർട്ട്. അടുത്തത് 2017 ഇംപ്രൂവ്മെന്റ് ചോദിച്ചത്, the stress strain curve of two bodies A and B are given in the figure. Stress strain curve രണ്ട് ബോഡീസിന്റെ തന്നിട്ടുണ്ട്. Which of the material has greater Young's modulus? ഏതിനാണ് കൂടുതൽ Young's modulus ഉള്ളതെന്ന്. ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ Young's modulus സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പൊ ഇവിടെ ഇതിന് ഈ പോർഷൻ വരെയാണുള്ളത്. അപ്പൊ ഇവിടെ സ്ട്രെയിൻ കുറവാണ് ഇത്ര ഏരിയ. അപ്പൊ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ സ്ലോപ്പ് കൂടുതലുള്ളത് ഇതിനാണ്. ഇവിടെ സ്ലോപ്പ് ഏതിനാണ്? ഇതിന് സ്ലോപ്പ് കുറവാണ്, സ്ട്രെയിൻ കൂടുതലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? എ ആണ്, ഗ്രേറ്റർ സ്ലോപ്പ് ആണ് കാരണം. ഇനി അതിലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ടു മെറ്റീരിയൽ ഈസ് പ്രിഫറബിൾ ടു ബി യൂസ്ഡ് ആസ് റോപ്പ് ഇൻ എ ക്രെയിൻ? സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. ഇതിൽ ഏതാണ് റോപ്പിന്, ഒരു ക്രെയിനിലെ റോപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, എന്താണ് കാരണം എന്ന്. അപ്പൊ മെറ്റീരിയൽ എ ആണ്. മെറ്റീരിയൽ എ ഈസ് പ്രിഫേർഡ് സിൻസ് ഇറ്റ് ഹാസ് ഹയർ യങ്സ് മോഡുലസ്. അപ്പൊ എ ആണ് പ്രിഫർ ചെയ്യുക കാരണം അതിന് യങ്സ് മോഡുലസ് കൂടുതലാണ്. അടുത്തത് 2017 മാർച്ചിൽ a metal cube of size 10 cm is subjected to a shear stress 10 raised to 4 Newton per meter square. ഒരു ക്യൂബിന്റെ സൈഡ് 10 cm ആണ്. ഷിയർ സ്ട്രെസ് 10 raised to 4 Newton per meter square ആണ്. കാൽക്കുലേറ്റ് ദ റിജിഡിറ്റി മോഡുലസ്. റിജിഡിറ്റി മോഡുലസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. If the top of the cube is displaced by 0.05 cm with respect to its bottom. അപ്പോൾ അവിടെ ആ ചേഞ്ച് വരുന്നത് 0.05 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യാണ്. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. ഇപ്പൊ ചേഞ്ച് ഇൻ ഡയമെൻഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ്? 0.05 സെന്റിമീറ്റർ. അതിനെ മീറ്ററിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു, 10⁻² ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഒറിജിനൽ ഡയമെൻഷൻ തന്നിട്ടുണ്ട് എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. അതിനെ അതെ 10⁻² ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 0.005 കിട്ടി. ഇനി നമ്മൾ ഷിയർ റിജിഡിറ്റി മോഡുലസ് കാണാൻ പോവാണ്, അല്ലെങ്കിൽ ഷിയർ മോഡുലസ് ആണ്. ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ്. ഷിയർ സ്ട്രെസിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 10⁻⁴ ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ 0.005. അപ്പൊ നമുക്ക് കിട്ടുന്നത് 2 × 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അടുത്തത് 2016 ഇംപ്രൂവ്മെന്റ്. ദ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ഏതാണ്? റിജിഡിറ്റി മോഡുലസ് ആണ്. സ്റ്റേറ്റ് ഹുക്സ് ലോ. Within elastic limit, stress is directly proportional to strain, or stress by strain is equal to modulus of elasticity. 2016 മാർച്ച് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. The stress strain graph for wires of two materials A and B are given below. അപ്പൊ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എയുടെയും ബിയുടെയും തന്നിട്ടുണ്ട്. വിച്ച് മെറ്റീരിയൽ ഈസ് മോർ ഡക്റ്റൈൽ? ഏത് മെറ്റീരിയൽ ആണ് മോർ ഡക്റ്റൈൽ? നമുക്കറിയാം ഇവിടെ ആ ഡി ഇ എന്ന് പറയുന്ന സാധനം ഇത് കുറവാണെങ്കിൽ, ഈ ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ അത് ബ്രിട്ടിലാണ്. അപ്പൊ ഇവിടെ കൂടുതലാണെങ്കിൽ അത് ഡക്റ്റൈൽ ആണ്. ഇവിടെ എക്കാണോ ബിക്കാണോ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഏരിയ കൂടുതൽ വരുന്നത്? അത് എക്കാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആൻസർ എ ആണ്. അടുത്തത്, when a spring balances are continuously used for long time, they show wrong reading by.
ഒരു സ്പ്രിംഗ് ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം, കുറേ പ്രാവശ്യം യൂസ് കഴിഞ്ഞാൽ റോങ് റീഡിംഗ് ആണ് കാണിക്കുന്നത്. എന്താ കാരണം? ഡ്യൂ ടു കണ്ടിന്യൂസ് യൂസേജ് ഇലാസ്റ്റിസിറ്റി ഓഫ് മെറ്റീരിയൽ ഡിക്രീസസ്. കുറെ നേരം ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. സോ ദേ ഷോ റോങ് റീഡിംഗ്. അതുകൊണ്ട് അവ റോങ് റീഡിംഗ് കാണിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഇലാസ്റ്റിക് ഫാറ്റീഗ് എന്നാണ്. അടുത്ത 2015 ഇംപ്രൂവ്മെന്റ്. യങ്സ് മോഡലെ ഓഫ് 3 മെറ്റീരിയൽസ് ആർ ഷോൺ ബിലോ ഇൻ ടേബിൾ. 3 മെറ്റീരിയൽസിന്റെ യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ യങ്സ് മോഡുലസ്? റൈറ്റ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ഇറ്റ്. അപ്പൊ യങ്സ് മോഡുലസ് എന്താണ്, അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതാൻ. യങ്സ് മോഡുലസ് എന്ന് എന്താണ്? ടെൻസിൽ സ്ട്രെസ് ബൈ ടെൻസിൽ സ്ട്രെയിൻ ആണ്. അപ്പോൾ അതിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുല ഏതാണ്? y ഈസ് ഈക്വൽ ടു FL ബൈ A ഇൻറ്റു ഡെൽറ്റ എൽ. ഇതിൽ F ഫോഴ്സ് ആണ്, L ലെങ്ത് ആണ്, ഒറിജിനൽ ലെങ്ത് ആണ്, A എന്ന് പറഞ്ഞാൽ ഏരിയയാണ്. അപ്പോൾ വയർ ആണെങ്കിൽ സാധാരണ ഏരിയയ്ക്ക് നമ്മൾ πr² കൊടുക്കാറുണ്ട്. ഡെൽറ്റ എൽ പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. സെലക്ട് ദ മെറ്റീരിയൽസ് ഫ്രം ദി ടേബിൾ വിച്ച് ഷോസ് മോർ ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ആ ടേബിളിലുള്ള 3 മെറ്റീരിയൽസ് തന്നിരിക്കുന്നത് പറഞ്ഞ ഇതാണ്. അതിൽ മോർ ഇലാസ്റ്റിസിറ്റി ഉള്ള ഏതാണ്? അപ്പൊ യങ്സ് മോഡുലസ് ഏതിനാണോ കൂടുതലുള്ളത് അതിനാണ്. ഇതിന് ഏതിനാണ് യങ്സ് മോഡുലസ് കൂടുതലുള്ളത്? സെഡിനാണ്. അപ്പൊ ആൻസർ ഏതാണ്? സബ്സ്റ്റൻസ് സെഡിനാണ് എന്തുള്ളത്? മോർ ഇലാസ്റ്റിസിറ്റി ഉള്ളത്. അടുത്തത്, എ റബ്ബർ ബാൻഡ് ക്യാൻ ബി പുൾഡ് സെവറൽ ടൈംസ് ടു ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. ഡ്രോ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓഫ് എ റബ്ബർ ബാൻഡ്. റബ്ബർ ബാൻഡിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന്റെ ഷേപ്പ് ഇതാണ് വരിക. അപ്പോൾ ഒരു റെഗുലർ ഷേപ്പ് ആയിരിക്കില്ല നമുക്ക് കിട്ടുക, കാരണം റബ്ബർ ബാൻഡ് പറഞ്ഞാൽ ഇലാസ്റ്റിക് മെറ്റീരിയൽ അല്ല. അടുത്തത്, റോപ്പ് ഓഫ് ക്രെയിൻ ഈസ് മെയ്ഡ് ഓഫ് നമ്പർ ഓഫ് തിൻ വയേഴ്സ് ബ്രെയ്ഡഡ് ടുഗദർ. വൈ? അതായത് ഒരു ക്രെയിനിന്റെ റോപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ വയറുകൾ എന്ത് ചെയ്താൽ ചുറ്റിയിട്ടാവും ഉണ്ടാക്കിയിരിക്കുക. എന്തുകൊണ്ടാണ് കാരണം എന്നുള്ളത്. റോപ്പ് ഷുഡ് ഹാവ് എ റേഡിയസ് ഓഫ് ലാർജ് ക്രോസ് സെക്ഷൻ. അപ്പൊ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ ലാർജ് ആയിരിക്കണം. അപ്പൊ റേഡിയസ് ലാർജ് ആയിരിക്കണം, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടണം. ടു ഇൻക്രീസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമ്പർ ഓഫ് തിൻ വയേഴ്സ് ആർ യൂസ്. അപ്പൊ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്പർ ഓഫ് തിൻ വയേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്.